ഇന്ത്യയിലെ ആദ്യ സൂപ്പർ വുമൺ കഥാപാത്രം ചെയ്ത കല്യാണി പ്രിയദർശന്റെ സിനിമകൾ നമുക്കൊന്ന് നോക്കാം. 2017 അഖിൽ അക്കിനേനി നായകനായ തെലുങ്ക് ചിത്രം ഹലോ ആയിരുന്നു കല്യാണിയുടെ ആദ്യ സിനിമ. ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കല്യാണിക്ക് മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് സൗത്ത് ലഭിച്ചു. തുടർന്ന് തെലുങ്കിലും തമിഴിലുമായി നിരവധി സിനിമകൾ ചെയ്തു. സായി ധരം തേജ് നായകനായ ചിത്രലഹരി, ശർവാനന്ദ് നായകനായ രണരംഗം എന്നീ തെലുങ്കു ചിത്രങ്ങളും ശിവകാർത്തികേയൻ നായകനായ ഹീറോ എന്നീ തമിഴ് ചിത്രവും കല്യാണിയുടെ കരിയറിൽ ശ്രദ്ധേയമായ സിനിമകളായിരുന്നു. പിന്നീട് 2020 അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കല്യാണി മലയാള സിനിമയിൽ എത്തുന്നത്. സുരേഷ് ഗോപി, ശോഭന, ദുൽഖർ സൽമാൻ എന്നിവർക്കൊപ്പം കല്യാണിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പിന്നീട് മലയാളത്തിൽ കല്യാണി തിരക്കുള്ള നായികയായി. മോഹൻലാൽ നായകനായ ബ്രോ ഡാഡി എന്ന ചിത്രത്തിലെ അന്ന എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് കല്യാണിക്ക് മികച്ച നടിക്കുള്ള സൈമ അവാർഡ് ലഭിച്ചു. അതുപോലെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം കല്യാണി ചെയ്തിരുന്നു. ഇത് യുവ പ്രേക്ഷകർക്കിടയിൽ ഒരു തരംഗമായി മാറി. കൂടുതൽ യുവജനങ്ങളെ ആകർഷിച്ച മറ്റൊരു ചിത്രമാണ് ടൊവിനോ തോമസ് നായകനായ തല്ലുമാല. ഈ ചിത്രത്തിലെ ഫാഷൻ ബ്ലോഗറായ ഫാത്തിമ ബീവി എന്ന കഥാപാത്രം കല്യാണിയുടെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. 2023 ആന്റണി എന്ന ചിത്രവും പിന്നീട് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രവും കല്യാണി ചെയ്തു. ഇപ്പോൾ മലയാള സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ ലോക ചാപ്റ്റർ 1 ആണ് കല്യാണി അഭിനയിച്ച അവസാന ചിത്രം.